ലോ അക്കാദമി എന്ന ഫലഭൂയിഷ്ടമായ എണ്ണപ്പാടം കണ്ട് കണ്ണ് മഞ്ഞളിച്ച് ഇതാ മറ്റൊരു നേതാവ് കൂടി അവിടെ ടെന്റ് കെട്ടി തുടങ്ങിയിട്ടുണ്ട്. മറ്റാരുമല്ല, സ്ഥലത്തെ MLA ആയ ശ്രീമാൻ കെ മുരളീധരൻ. ഒരു മുരളീധരൻ ക്ഷീണിച്ച് തളർന്നപ്പോൾ ഇതാ മറ്റൊരു മുരളീധരൻ. കുട്ടികളുടെ കാര്യത്തിൽ എന്തൊരു ശുഷ്കാന്തിയാണെന്നോ. ആ ടോംസ് കോളേജിൻ്റെയോ നെഹ്റു കോളേജിൻ്റെയോ വാതിൽക്കൽ പോയി സമരം കിടന്നിരുന്നെങ്കിൽ എത്ര നന്നായേനെ. അവിടെ ഇതുപോലെ ഫലഭൂയിഷ്ടം അല്ലല്ലോ. എന്തായാലും കുറെ വൈകിയാണെങ്കിലും കത്തുന്ന പുരയിൽ നിന്നും കഴുക്കോലുരാൻ കോൺഗ്രസും തീരുമാനിച്ചു. പണ്ട് വെമ്പലനാട്ടിലെ തമ്പുരാട്ടിക്ക് ഒരു ചന്ദനക്കട്ടിൽ പണിത കഥ കേട്ടിട്ടില്ലേ? അതുപോലെ ആരും കൊതിച്ചു പോകുന്ന വിധമുള്ള ഒരു സമരപ്പന്തലായിരിക്കണം തൻ്റേതും എന്ന് കെ മുരളീധരൻ ജിക്ക് നിർബന്ധമുണ്ട്. അതിനായുള്ള ഒരുക്കങ്ങൾ അതിരാവിലെ തന്നെ തുടങ്ങിക്കഴിഞ്ഞിരുന്നു. അങ്ങനെ മുരളീധരൻ ജിയുടെ നിരാഹാര സമരം തുടങ്ങി. നേരത്തെ പറഞ്ഞതുപോലെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാണ് സമരം. പാർട്ടി കോൺഗ്രസ് ആണല്ലോ. അതുകൊണ്ട് തന്നെ സമരപ്പന്തലിൽ സ്വസ്ഥമായി ഇരിക്കാൻ പോലും മുരളീധരൻ ജിക്ക് സ്ഥലം കിട്ടിയില്ല. അത്രയ്ക്കുണ്ടായിരുന്നു തെള്ള്. കാലത്ത് ഞങ്ങളോട് ചോദിക്കുകയാണ് എവിടെയാ പഠിക്കുന്നത് ചോദിക്കുമ്പോൾ ലോ അക്കാഡമി എന്ന് പറയുമ്പോൾ ആൾക്കാരന്ന് പറഞ്ഞിരുന്നത് സമാധാന നാരായണൻ നായരുടെ കോളേജാണെന്നല്ലേ. ഇപ്പോഴത്തെ തലമുറക്കാർക്ക് അങ്ങനെ ഒരു പേരുണ്ടോയെന്ന് അറിയില്ല. കാരണം ഇപ്പോൾ ഇവിടെ നടക്കുന്നത് അതല്ലാത്തതുകൊണ്ട്, ഇപ്പോൾ സാറിൻ്റെ നിയന്ത്രണത്തിൽ എല്ലാ കാര്യങ്ങളും എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഇവിടെ സംഭവിക്കും. കെ മുരളീധരൻ ജിയുടെ സമരപ്പന്തലിൽ കാണുന്ന ഈ തെള്ള് അവരവർക്ക് വിശക്കും വരെയേ ഉണ്ടാകൂ. ചാനൽ ക്യാമറകൾ എത്തിത്തുടങ്ങുമ്പോൾ വീണ്ടും തിരക്ക് കൂടും. അതുപോട്ടെ, ഇനി മറ്റൊരു സമരപ്പന്തലിലേക്ക് പോകാം. കഴിഞ്ഞ 8-9 ദിവസമായി ഈ എണ്ണപ്പാടം കുഴിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ BJP. വി മുരളീധരൻ ജിയുടെ നേതൃത്വത്തിലാണല്ലോ നിരാഹാരം എന്ന പേരിൽ സമരം തുടങ്ങിയത്. എന്നാൽ ഇതാ പാതി വഴിയിൽ വെച്ച് വിശന്നപ്പോൾ വി മുരളീധരൻ ജി സ്റ്റാൻഡ് വിട്ട് പോയി കഴിഞ്ഞു. അങ്ങനെയല്ലല്ലോ സമരം തുടങ്ങുമ്പോൾ അങ്ങ് പറഞ്ഞത്. പ്രിൻസിപ്പാൾ രാജിവെക്കും വരെ താൻ നിരാഹാരം കിടക്കും എന്നാണല്ലോ അങ്ങ് പറഞ്ഞിരുന്നത്. അതൊന്നും ഓർമ്മയുണ്ടാവില്ല. അതുകൊണ്ടാണല്ലോ നിരാഹാരം കിടക്കുമ്പോൾ പാതിരാത്രി ആരും കാണാതെ കാറിൽ കയറി സ്ഥലം വിട്ടത്. പക്ഷേ നാട്ടുകാരെല്ലാം അത് കണ്ടു. മുരളീധരൻ ജി എഴുന്നേറ്റ് പോയാലും സമരം തുടരാൻ തന്നെയാണത്രേ BJPയുടെ തീരുമാനം. കഴിച്ചിട്ട് ഇറക്കാനും മധുരിച്ചിട്ട് തുപ്പാനും പറ്റാത്ത സ്ഥിതിയാണ്. മുരളീധരൻ ജി പോയപ്പോൾ പിന്നെ ആര് കിടക്കും എന്നതായി പ്രശ്നം. പാവം VV രാജേഷിന്റെ തലയിൽ എല്ലാവരും കൂടി ഈ മഹാപാപം കെട്ടിവെക്കും എന്ന് കരുതിയതല്ല. എന്തായാലും രാജേഷിന് തന്നെ നറുക്ക് വീണു. ന്യൂസ് ചാനലുകളിൽ ചർച്ചാ തൊഴിലാളിയായി ഒരുവിധം വിലസി നടക്കുകയായിരുന്നു. ഇതുപോലെ വയറ് കായ്ച്ചുള്ള പരിപാടിയൊന്നും ഇതുവരെ ചെയ്യേണ്ടി വന്നിട്ടില്ല VV രാജേഷിന്. എന്തായാലും കിട്ടിയത് 8ന്റെ പണിയായിപ്പോയി. നിങ്ങൾ ചോദിക്കുന്നത് നിയമപരമായി ഗവൺമെൻറ് എന്ത് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ്. നിയമപരമായിട്ടാണ് ഇവിടെ എല്ലാം നടക്കുന്നത്. ഇവിടെ ഡിമോണിറ്റൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട് അതിനുശേഷം ഒരു 1.5-2 കോടി രൂപയുടെ ക്രമക്കേട് നടന്നു എന്ന് പറയുന്നത് അത് നിയമവിധേയമായിട്ടാണ്. അപ്പോൾ ഗവൺമെന്റ് ലോ അക്കാദമിയിൽ ഇനി പ്രത്യേകിച്ചൊന്നും സംഭവിക്കാനില്ല. അതുകൊണ്ട് എന്ന് ഈ തലവിധി തീരും എന്ന ആശങ്കയിലായിരിക്കണം VV രാജേഷ്. ലോ അക്കാദമി സമരം കിട്ടിയ തക്കത്തിന് സെക്രട്ടേറിയറ്റിന് മുന്നിലും നാടകം കളിക്കാനുള്ള പരിപാടിയിലാണ് വിദ്യാർത്ഥി സംഘടനകൾ. KSUവും ABVPയും ഏകോദര സഹോദരങ്ങളെപ്പോലെ ഒത്തുചേർന്ന് പോലീസിനെ പാഠം പഠിപ്പിക്കാൻ നിശ്ചയിച്ചിരിക്കുകയാണ് പോലും. സമരമാവുമ്പോൾ ഒരല്പം ഷോ ഒക്കെ വേണം. ഇല്ലെങ്കിൽ സമരം പരാജയമാണെന്നാണ് അർത്ഥം. നല്ല ഒന്നാം തരം നാടകക്കാർ കൂട്ടത്തിൽ തന്നെ ഉള്ളപ്പോൾ സമരം വിജയിപ്പിക്കാൻ ഒരു പാടുമില്ല. കണ്ടാലും ABVPക്കാണെങ്കിൽ സമരത്തിനിടെ ഒരു കുളി മസ്റ്റാണ്. അങ്ങനെ കുളിക്കാൻ അവസരം കിട്ടുന്ന സ്ഥലത്തേ അവർ സമരത്തിന് പോകാറുള്ളൂ. ഇനി ഉഴവൂരിൻ്റെ ടൈമാണ്. ഞാനൊന്നും പ്രത്യേകിച്ച് പറയേണ്ടതില്ല, എല്ലാം ഉഴവൂർ പറഞ്ഞോളൂ.
വി മുരളീധരൻജിയുടെ നിരാഹാരത്തിൽ ഉഴവൂർ കണ്ട കാഴ്ചകളെ പറ്റിയാണ് ആദ്യം. പിന്നെ കേരളത്തിലെ BJP-ക്കാർക്ക് ഇതൊന്നും പ്രശ്നമല്ല. എന്തു വന്നാലും അവരനങ്ങില്ല. ഒരു ലോ അക്കാഡമിയാണ് അവരുടെ നോട്ടം. ലക്ഷ്മി നായർ എവിടെ അവിടെ പോയി ചക്ക വെട്ടിയിടുന്ന പോലെ അങ്ങോട്ട് കിടക്കുകയാണ്. അതും വി മുരളീധരൻ്റെ ഇപ്പോൾ കിടപ്പ് കണ്ടാൽ അറിയാം. നല്ല സ്പേഷ്യലൊക്കെ ചെയ്ത് ആ ചന്ദനക്കുറിയൊക്കെ ഇട്ട് പൗഡറുമൊക്കെ ഇട്ട് വളരെ ഒരു സുന്ദരനായി ഒരു സിനിമ സ്റ്റൈലിലാണ് നിരാഹാരം കിടക്കുന്നത്. ഗാന്ധിജി അങ്ങനെയാണോ കിടന്നത്? വി മുരളീധരൻജിയുടെ മേക്കപ്പ് ഇടലിൽ ഉഴവൂരിന് വലിയ പരിഭവമുണ്ട്. അല്ല, ഞാനിത് പറയുന്നതല്ല, ചാനലിലൂടെയെല്ലാം ഞാൻ കണ്ടതാണ്. ചന്ദനക്കുറി കുളിക്കുകയൊക്കെ ചെയ്തോട്ടെ, കുളിക്കാൻ പോകുമ്പോൾ ഇത്തിരി ഫുഡ് കഴിക്കും, അത് കഴിച്ചോട്ടെ, അതിലൊന്നും നമുക്ക് തർക്കമില്ല. BJP-ക്കാരാകുമ്പോൾ രാവിലെ 9 മണിക്ക് അവർ ഇഡ്ഡലിയും ദോശയും കഴിച്ചിരിക്കും, യാതൊരു സംശയവുമില്ല. പിന്നെ ബീഫ് കഴിക്കുന്നവരും ഉണ്ട്. ഏതായാലും മുരളീധരൻ എന്താ കഴിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. അദ്ദേഹം ഒട്ടുമൊക്കെ തൊട്ട് വളരെ ആ കട്ടിലേലുള്ള കിടപ്പും ചാനലൊക്കെ വരുമ്പോൾ ആ സംസാരമൊക്കെ കേട്ടാൽ നിരാഹാരം കിടന്നായിട്ട് നമുക്ക് തോന്നും, യാതൊരു സംശയമുള്ള കാര്യമല്ല. അത് കഴിഞ്ഞ് ഏതായാലും അദ്ദേഹം എഴുന്നേറ്റ് മാറിയിപ്പം വി മുരളീധരന് പകരം കെ മുരളീധരൻ രംഗത്ത് വന്നിരിക്കുകയാണ്. പുതുതായി സമരം തുടങ്ങിയ കെ മുരളീധരൻജിയോട് പോയി ടോംസ് കോളേജിന്റെ പടിക്കൽ കിടക്കാനാണ് മറ്റൊരു ഉപദേശം. എന്തിനാണെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. കെ മുരളീധരന് ഇതിൻ്റെ വല്ല ആവശ്യവും. എന്നാൽ ഈ ടോംസ് കോളേജിൻ്റെ ഭാഗത്ത് വന്ന് കിടക്കാൻ മേലെ 1/2 ഏക്കർ സ്ഥലത്ത് ഒരു എൻജിനീയറിംഗ് കോളേജ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഒരു മുറുക്കാൻകടയിൽ നടത്തണമെങ്കിൽ 1 ഏക്കർ സ്ഥലമെങ്കിലും വേണം. ഒരു നല്ല നിലയിലൊരു തട്ടുകടയൊക്കെ സംഘടിപ്പിക്കണമെങ്കിൽ അത് വേണം. അത് ഉമ്മൻചാണ്ടിയോട് പറഞ്ഞതിന് ശേഷം ഇവിടെ വന്ന് കിടക്കാൻ മേലെ. ഞാൻ അവരെ ന്യായീകരിക്കാൻ പറയല്ല, എല്ലാ മാനേജ്മെൻറ്റും സർക്കാരിൻ്റെ സ്ഥലം മേടിച്ചിട്ടുണ്ട്. BJP-ക്കാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പം രാവിലെ എഴുന്നേറ്റാലും രാത്രി കിടന്നാലും ലക്ഷ്മി നാരായണ നാരായണൻ നായരുടെ കാര്യവും ലക്ഷ്മിയുടെ കാര്യവും ഇങ്ങനെ ഉരുവിട്ടുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഇവരുടെ ഒരു സ്ഥിരം പരിപാടി. എന്നാൽ നരേന്ദ്രമോദിയുടെ മനസ്സ് മാറി കേരളത്തോടൊരു അനുഭാവം കാട്ടാൻ വേണ്ടി ഉള്ള ഒരു പ്രാർത്ഥന നാരായണ എന്ന് മാത്രമായാലും മതി, അതുപോലും നടത്താൻ തയ്യാറാകാത്തവരാണ്. രാവിലെ തന്നെ പോലീസുകാരോട് തല്ലുണ്ടാക്കാൻ വരുന്ന സമരക്കാരെയും ഉപദേശിക്കാൻ ചിലതുണ്ട് ഉഴവൂരിന്. ഇന്നിപ്പോൾ രാഷ്ട്രീയ മുതലെടുപ്പിന് രാവിലെ എണീറ്റ ഉടനെ പോലീസുകാരനിട്ട് ഇടിക്കുക, പിന്നെ 2 അടി തിരിച്ചും കിട്ടിയെന്നിരിക്കും. അത് നിവൃത്തിയില്ലാതെ വരുമ്പോൾ കിട്ടുന്ന കാര്യമാണ്. അത് പിന്നെ അതിന് പറ്റിയ ചായവും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയിട്ട് മുഖത്തോട്ട് തന്നെ അതിനെ പൊത്തിയിട്ട് ഒഴിച്ചിട്ട് രക്തം ചിന്തി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയുള്ള ചില സർക്കസ് കാര്യങ്ങളൊക്കെ കാണിക്കുന്നു. ഇതൊക്കെ പിള്ളേർ പോയി കിടക്കേണ്ടതല്ലേ? കോളേജിലൊരു പ്രശ്നം ഉണ്ടായപ്പോൾ CMS കോളേജിലോ ബെസേലീസ് കോളേജിലോ ഒരു സമരം ഉണ്ടായാൽ നമ്മൾ രാഷ്ട്രീയ നേതാക്കന്മാരാണോ 60-70 വയസ്സുള്ള ആളുകളെല്ലാം കൂടെ അവിടെ പോയി നിരാഹാരം കിടക്കുകയാണ്? അതിന് മാത്രമുള്ള ഗുരുതരമായ പ്രശ്നങ്ങളൊന്നുമില്ല. വിദ്യാഭ്യാസ കച്ചവടക്കാർക്കെതിരെ ഈ AK ആൻ്റണി ഉണ്ടാക്കിയ ഒരു കുഴപ്പമാണ് ഈ സ്വാശ്രയ കോളേജ് വന്നത്. അല്ലെ ഇത്രയും ശല്യം ഉണ്ടാക്കിയില്ലായിരുന്നു. ഇനി ആന്റണിജിയുടെ കോൺഗ്രസിനുള്ള ഉപദേശത്തെക്കുറിച്ചാണ്. ഇപ്പോൾ കോൺഗ്രസും BJP-ആയിട്ട് വലിയ ഇഷ്ടം. അതാണ് AK ആൻ്റണി പറഞ്ഞല്ലോ, രാത്രിയിൽ RSSും പകൽ കോൺഗ്രസുമായി നടക്കുന്ന കുറേ ആളുകൾ നമ്മുടെ പാർട്ടിയിലുണ്ട്, അതാണ് ഈ പാർട്ടിയുടെ ഏറ്റവും വലിയ കുഴപ്പം എന്ന് ആൻ്റണി പറഞ്ഞപ്പോൾ അതങ്ങനെയല്ല, ഇങ്ങനെയാണ് ഉദ്ദേശിച്ചത് എന്ന് സുധീരൻ പിറ്റേ ദിവസം പറഞ്ഞു. എല്ലാത്തിനും അദ്ദേഹം തിരുത്തിക്കോളും, അതിനൊന്നും കുഴപ്പമില്ല. BJP-ക്ക് നിലവിലുള്ളത് സംസ്ഥാനത്തെ ആദ്യത്തെയും അവസാനത്തെയും MLA ആണത്രേ. ഒരാൾ ജയിച്ചോട്ടെ, കൊതി കിട്ടാതിരിക്കാൻ ഒരാൾ ഇരുന്നോട്ടെ, അതിനൊന്നും യാതൊരു തർക്കമുള്ള വിഷയമല്ല. അടുത്ത തവണ രാജേട്ടൻ മത്സരിക്കാൻ വരാനും സാധ്യതയില്ല, അതുകൊണ്ട് ആരും ഉണ്ടാകാൻ പോകുന്നില്ല. സുരേഷ് ഗോപി നമ്മുടെ കോടീശ്വരൻ പരിപാടിയിലേക്ക് തിരിച്ചു പോയി, ഇനി വരാൻ സാധ്യതയില്ല. അത് അദ്ദേഹത്തിന് മനസ്സിലായി, MP ആയതുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ, അതിലും മാർക്കറ്റ് അവിടെ കിട്ടുന്നുണ്ട്, കൊള്ളാം, അതിനെന്താ കുഴപ്പമില്ല.